ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ 2025 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവോണം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിൽ ഗുണഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ദോഷഫലങ്ങളെക്കാളുപരി നല്ല നല്ല ഗുണഫലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതല്ല. ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന സമയം തന്നെയാണ്. എന്നാൽ ചെറിയ ചെറിയ ദോഷഫലങ്ങളുമുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിലൊക്കെ വൻ നഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുക. ഊഹാപോഹങ്ങൾ വെച്ച് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ കാലം അനുകൂലമല്ല. നിങ്ങളുടെ ചിന്തകളൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഈ 2 മാസം ബിസിനസ്സിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുകയോ ധനം ഇറക്കാതെ ബിസിനസ് ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് നിരന്തരം അഭിപ്രായ വ്യത്യാസത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. സഹോദരസ്ഥാനം ഗുണകരമല്ല. നിങ്ങളുമായിട്ട് തർക്കത്തിന് സഹോദരങ്ങളും മുതിരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തുന്നൊരു സമയമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് കലിതുള്ളുക, ചാടിക്കേറി അഭിപ്രായം പറയുക, വഴക്കിന് പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ മാസം ചെയ്യുന്നതാണ്. നിങ്ങൾ കടുത്ത വിമർശനങ്ങൾക്കോ നടപടികൾക്കോ ഒക്കെ വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. വിമർശനങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ വിമർശിക്കുക, സുഹൃത്തുക്കൾ വിമർശിക്കുക, ബന്ധുമിത്രാദികൾ വിമർശിക്കുക, സഹപ്രവർത്തകർ വിമർശിക്കുക. നടപടികളെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ ശിക്ഷാ നടപടികളൊക്കെ ലഭിക്കാനിടയുണ്ട്. അപ്പോൾ കാലം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ കഴിയാവുന്നതും ഈശ്വരവചനം ചെയ്ത് ദേഷ്യത്തെ നിയന്ത്രിക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾ മാതാപിതാക്കളുടെയൊക്കെ വിരോധം സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധവും താറുമാറാവുന്നതാണ്. ദമ്പതിമാർക്കും ഗുണകരമല്ല. ചെറിയ ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ. നിങ്ങളുടെ മിത്രങ്ങൾ ശത്രുക്കളായി മാറാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ അവരെ കുറ്റം പറയരുത്. നിങ്ങളുടെ ഈ ക്രോധം മൂലം ഉണ്ടാകുന്ന വിനയാണിത്. ആവശ്യമില്ലാതെയുള്ള കലിതുള്ളലും മുഖത്തടിച്ചുള്ള സംസാര രീതിയും മാറ്റിയില്ല എങ്കിൽ ഒറ്റ സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ എതിർചേരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്രയവിക്രയങ്ങളിലൊക്കെ ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ ബിസിനസ്സിലൊക്കെ വിജയം കാണുന്നു. നിങ്ങൾ ജലയാത്രകൾ കഴിയാവുന്ന ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ജലഭയമുള്ള സമയമാണ്. ജലവുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ, തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ കുട്ടികളെയൊക്കെ അച്ഛനമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മെച്ചമാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യമൊക്കെ മെച്ചമാണെങ്കിലും സൂക്ഷിക്കേണ്ട സമയമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഹോട്ടൽ ഫുഡൊക്കെ കഴിയാവുന്ന ഒഴിവാക്കുക. വെജിറ്റേറിയൻ ഫുഡിലേക്ക് കഴിയാവുന്ന ഈ മാസങ്ങളിൽ മടങ്ങുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില സാംക്രമിക രോഗങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പനിയോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഉടനെ നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. സ്വയം ചികിത്സ കഴിയാവുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം തുടങ്ങിവെച്ച പല കാര്യങ്ങൾക്കും കാലതാമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാസാവസാനമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം ആരംഭമൊക്കെ ആകുമ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും. നല്ല രീതിയിലേക്കൊക്കെ ജീവിതം മാറുന്നതാണ്. കുടുംബത്തിലെ അപസ്വരങ്ങളൊക്കെ ആ സമയമാകുമ്പോൾ മാറിക്കിട്ടും. ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ ആഗസ്റ്റിൽ തന്നെ നഷ്ടത്തിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അഥവാ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളെങ്കിൽ നല്ലൊരു ഏജൻറ്റിനെ കണ്ട്, നല്ലൊരു ബ്രോക്കറിനെ കണ്ടിട്ട് നല്ലൊരു അഡ്വൈസ് വാങ്ങിയിട്ട് മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സന്താനഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത്. തിരുവോണം നക്ഷത്രത്തിൽ പിറന്നവരുടെ സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഗസ്റ്റിലും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ക്ഷിപ്രകോപം തന്നെയാണ്. അത് നിങ്ങൾക്ക് ശത്രുക്കളെ സദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നവർ വരെയും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും. അത് നിങ്ങളുടെ നാവദോഷം തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറുന്നതാണ്. ദമ്പതികൾക്കൊക്കെ ഗുണകരമാണ് ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് കർമ്മരംഗം വളരെ നേട്ടത്തിൻ്റെ തന്നെയായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്തെ വൻ നേട്ടങ്ങൾ തന്നെ കാണും.
വിവാഹ തടസ്സമൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. വിവാഹ ചിന്തകൾ നടത്തുന്നവർക്കൊക്കെ വിവാഹ ചിന്തയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. അപ്പോൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ കുടുംബക്കാരൊക്കെ ആയിട്ട് വാക്കുറപ്പിക്കുക, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, പെണ്ണ് വന്ന് കണ്ട് അല്ലെങ്കിൽ പുരുഷനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാതിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബ ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരൊക്കെ അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഈ സമയത്ത് ചില വഴിപാടുകളൊക്കെ ഞാൻ പറയാം, അതുകൂടി കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാതിരിക്കുന്നവർക്കൊക്കെ വൻ നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ്. നല്ല ബന്ധങ്ങൾ കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. തർക്കഭൂമിയൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ധനയോഗം നല്ലതായിരിക്കും. ധനയോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു തുക ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്കൊക്കെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടുക, അതുപോലെ തന്നെ ശമ്പളം കൂടുക, ശമ്പളം മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ലഭിക്കുക, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണമൊക്കെ ഈ ആഗസ്റ്റ് മാസമാകുമ്പോൾ വർദ്ധിക്കും. നിങ്ങൾ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് മൂലം ചെറിയ സാമ്പത്തിക ഞെരുക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വ്യാപാര ആവശ്യത്തിന് വേണ്ടി വാഹനങ്ങൾ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയല്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചെറിയ ചെറിയ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഈ മാസമുണ്ട്. അതൊക്കെ ഒന്ന് മാറാനായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കാർത്തിക ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാൻ നാരങ്ങാമാല സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ പറ്റിയാൽ പഴനിയിൽ പോവുക, തല മുണ്ടനം ചെയ്ത് സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഈ സമയങ്ങളിൽ. ചെറിയ ചെറിയ വഴിപാടൊക്കെ ചെയ്താൽ മതി. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. പൊതുവെ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് വന്നു ഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സമയം നല്ലതാകട്ടെ, നല്ലൊരു മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് മാസങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് നാളുകളിലെ വീഡിയോ കാണുന്നതിനായിട്ട് ഞാൻ വീഡിയോ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഒരിക്കൽ കൂടി ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.